ഞാൻ സുബീഷാണ്. RupeeMonk എന്ന് പറഞ്ഞിട്ടുള്ള യൂട്യൂബ് ചാനലിലൂടെയും ആസ്ക് RupeeMonk എന്ന് പറഞ്ഞിട്ടുള്ള വാട്സപ്പ് സർവീസിലൂടെയും നിങ്ങൾക്ക് പേഴ്സണൽ ഫിനാൻസ് കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് ഞാനാണ്. നമ്മൾ പെന്നി സ്റ്റോക്കുകളെ പറ്റിയിട്ട് ആദ്യം ചെയ്ത വീഡിയോ വളരെ അധികം ആളുകൾക്ക് ഇഷ്ടപ്പെട്ടിരുന്നു. അതിൻ്റെ രണ്ടാമത്തെ പാർട്ടാണിത്. ഇതിൽ നമ്മൾ പെന്നി സ്റ്റോക്കുകളുടെ പ്രശ്നങ്ങളെയും പെന്നി സ്റ്റോക്കുകൾ വാങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെയും പറ്റി പറയുന്നുണ്ട്. അതോടൊപ്പം എന്നെ വിളിച്ച അഹമ്മദാബാദ് സുഹൃത്ത് പറഞ്ഞിട്ടുള്ള പെന്നി സ്റ്റോക്കിനെ പറ്റിയിട്ടും ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോയുടെ ആദ്യത്തെ പാർട്ട് കാണാത്തവർ ഈ മേളിൽ കാണുന്ന ഐ ബട്ടണിലുള്ള വീഡിയോ കാണാം. അതല്ല, ഡിസ്ക്രിപ്ഷനിലും നിങ്ങളുടെ വീഡിയോയുടെ ലിങ്ക് ഉണ്ട്. നിങ്ങൾക്ക് ഒരു ഡിമാറ്റ് അക്കൗണ്ട് എടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ലിങ്കുകൾ താഴെ കൊടുക്കുന്നുണ്ട്. ഈ പെന്നി സ്റ്റോക്കുകളായാലും മറ്റുള്ള സ്റ്റോക്കുകളായാലും നിങ്ങൾക്ക് വാങ്ങാനും വിൽക്കാനും ഡിമാറ്റ് അക്കൗണ്ടുകൾ ആവശ്യമുണ്ട്. സെറോദയുടെയും 5 പൈസയുടെയും ഡിമാറ്റ് അക്കൗണ്ടുകൾ എടുക്കാനുള്ള ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളത് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഡിമാറ്റ് അക്കൗണ്ടുകൾ എടുക്കാം. അപ്പോൾ പെന്നി സ്റ്റോക്കുകളെ പറ്റിയിട്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ കണ്ടുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. മറ്റൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ പ്രൊമോട്ടർമാരൊക്കെ പല കമ്പനികളുടെ പ്രൊമോട്ടർമാരും ചെറിയ രീതിയിലുള്ള കള്ളത്തരങ്ങളൊക്കെ മുൻപ് നടത്തി ഈ മാർക്കറ്റിൽ നിന്ന് ഔട്ടായിട്ട് നിൽക്കുന്ന ആൾക്കാരോ അല്ലെങ്കിൽ ഒരു കള്ളത്തരത്തിന് പേര് കേട്ടിട്ടുള്ള ആൾക്കാരാണ് കൂടുതലും ഈ പെന്നി സ്റ്റോക്കുകളുടെ പ്രൊമോട്ടർമാരായിട്ട് ഉണ്ടാവുക എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അവരെ നമുക്ക് അങ്ങനെ അങ്ങ് വിശ്വസിക്കാനായിട്ട് പറ്റില്ല. ഇപ്പം എന്താണ്, എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് ഒരു ഷെയർ ഹോൾഡറാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് മുകേഷ് അംബാനിനെ 100% വിശ്വസിക്കാൻ പറ്റും. കാരണം എന്താ, ആൾക്ക് ആ കമ്പനീനെ പറ്റിയിട്ട് ഉള്ള ഒരു വിഷൻ, കമ്പനി എങ്ങനെ വരണം അല്ലെങ്കിൽ എന്താവണം എന്നുള്ള ആ ഒരു വിഷൻ കൃത്യമായിട്ടുള്ള ആളാണ്. ബിസിനസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിവുള്ള ആളാണ് അല്ലേ. അപ്പോൾ അതുപോലെ ആയിരിക്കില്ല ഈ പെന്നി സ്റ്റോക്കുകളുടെ പ്രൊമോട്ടർമാരിൽ മിക്കവരും എന്നാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു പ്രൊമോട്ടർക്ക് ഒരു ക്രെഡിബിലിറ്റി ഇല്ലാത്ത ഒരു ഗ്രൂപ്പാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഇടുന്ന പൈസ കിട്ടിയാൽ കിട്ടി പോയാൽ പോയി എന്നുള്ള ഒരു ഗണത്തിൽ തന്നെ പെടുത്താൻ പറ്റുള്ളൂ. അല്ലാതെ അതിനൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടൊന്നും കണക്കാക്കാൻ പറ്റില്ല. നമ്മളിപ്പോൾ സാധാരണ ഒരു ലോട്ടറി എടുക്കുന്ന പോലെയുള്ള ഒരു ഭാഗ്യപരീക്ഷണമായിരിക്കും ഇതിലിടുക എന്നുള്ളതാണ്. അത്തരം ഭാഗ്യപരീക്ഷണം നമ്മൾ മുതിരാത്തത് കൊണ്ടാണ് ഈ പെന്നി സ്റ്റോക്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ അത്ര താല്പര്യപ്പെടാത്തത്. മറ്റൊരു കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് കേട്ടോ. ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ എനിക്കൊരു സുഹൃത്തുണ്ടായിരുന്നു. അപ്പം ഞാൻ അദ്ദേഹത്തിന് റെഫർ ചെയ്തിട്ട് സെറോദയുടെ ഒരു അക്കൗണ്ട് എടുത്തു. അത് കാര്യം പറയാനായിട്ട് വന്നു. നിങ്ങൾക്ക് ഷെയർ ട്രേഡിംഗ് ആരംഭിക്കാൻ താല്പര്യമുണ്ട്, അല്ല പുതിയൊരു ഡിമാറ്റ് അക്കൗണ്ട് എടുക്കാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെറോദ എന്ന് പറഞ്ഞിട്ടുള്ള ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും വലിയ ഡിസ്കൗണ്ട് ബ്രോക്കറുമായിട്ട് നിങ്ങൾക്ക് അവരുടെ അക്കൗണ്ടിൽ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാം. അതിനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ഒരു കൂട്ടുകാരൻ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നതാണ്, എൻ്റെ ടീം മെമ്പറായിരുന്നു. അദ്ദേഹത്തിന് ഞാൻ ഇങ്ങനൊരു സെറോദയുടെ അക്കൗണ്ട് എടുക്കാനായിട്ട് അദ്ദേഹത്തെ ഹെൽപ്പ് ചെയ്തു. അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്താണ്, നമ്മൾ ഷെയർ ട്രേഡ് ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. ഈ ചെറിയ വിലയ്ക്ക് കിട്ടുന്ന ഷെയർ നല്ലതാണെന്ന് വിചാരിച്ച് പോകരുത്. കമ്പനിയെ പറ്റിയിട്ടാണ് അറിയേണ്ടത്, അല്ലെങ്കിൽ ബിസിനസ്സിനെ പറ്റിയിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഷെയർ വാങ്ങുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ബിസിനസ്സിനെ വാങ്ങുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വലിയ ലെക്ചറൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് ഈ അക്കൗണ്ട് കിട്ടിയിട്ട് അദ്ദേഹം ആദ്യം ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, ₹1 താഴെയുള്ള ഷെയറുകൾ സെർച്ച് ചെയ്തു, എന്നിട്ട് അതിലങ്ങ് ഇൻവെസ്റ്റ് ചെയ്തു. മനസ്സിലായോ? ₹1 താഴെയുള്ള ഷെയറുകളിൽ കണ്ടമാനം പൈസ, 10,000-50,000 രൂപയ്ക്ക് ഇൻവെസ്റ്റ് ചെയ്തെന്നാണ് എൻ്റെ അറിവ്. ഓക്കെ. പക്ഷേ പല കമ്പനികളും കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യാനായിട്ട് പറ്റുന്നില്ല, അദ്ദേഹത്തിന് ട്രേഡ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല, അതായത് വാങ്ങാനോ വിൽക്കാനോ പറ്റുന്നില്ല. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് അന്വേഷിച്ച് ചെന്നപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി. അതായത് ഈ കമ്പനികൾ, ഇപ്പം നമ്മൾ ഏത് കമ്പനി ഷെയർ മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അത് കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിക്കേണ്ടതുണ്ട്. സെബിയുടെ കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിക്കേണ്ടതായിട്ടുണ്ട്. അത് ഉദാഹരണമായിട്ട് വർഷാവർഷം ഓഡിറ്റ് നടക്കണം, കൃത്യമായിട്ടുള്ള ബാലൻസ് ഷീറ്റുകൾ പ്രസിദ്ധപ്പെടുത്തണം, ഫിനാൻഷ്യലായിട്ടുള്ള സ്റ്റേറ്റസുകൾ പ്രോപ്പറായിരിക്കണം, അതിൻ്റെ റിപ്പോർട്ടുകൾ കൃത്യമായിട്ടുള്ള ഏജൻസികൾക്ക് സബ്മിറ്റ് ചെയ്യണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതിലെ ഈ കുഞ്ഞു കമ്പനികൾ, ഈ മൈക്രോ ക്യാപ്പായിട്ടുള്ള അല്ലെങ്കിൽ ഈ പെന്നി സ്റ്റോക്കുകളായിട്ടുള്ള ഈ ചെറിയ കമ്പനികൾക്ക് ചിലപ്പോൾ ഇതൊന്നും പാലിക്കാനായിട്ട് വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല. അങ്ങനെ വരുമ്പോൾ എന്താ ഉണ്ടാവുക വെച്ചാൽ, ഇവന്മാരെ ഒരു Z എന്ന് പറഞ്ഞിട്ടുള്ളൊരു കാറ്റഗറിയിലേക്ക് മാറ്റിയിടുകയാണ് ചെയ്യുക. അതായത് ഇത് ഷെയറൊക്കെ ഉണ്ട്, പക്ഷേ ഇതെല്ലാം ശരിയാക്കി വന്നിട്ട് ഇനി ട്രേഡ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് Z കാറ്റഗറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ
അങ്ങനെ സെറ്റ് കാറ്റഗറിയിൽ വന്നാൽ എന്താ, നമ്മൾ പൈസ ഇത്ര പൈസ കൊടുത്ത് ഇത്ര ഷെയറൊക്കെ വാങ്ങിയിട്ടുണ്ട്, പക്ഷേ അത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അതുപോലെ അങ്ങനെ അദ്ദേഹത്തിന് പൈസ കുറേ ബ്ലോക്കായി. പിന്നെ ആൾക്ക് മനസ്സിലായി ഇത് നമുക്ക് പറ്റിയ പണിയല്ല, അദ്ദേഹം നിർത്തിപ്പോയി. അപ്പോൾ മൊത്തം നഷ്ടം 19,000 രൂപ വന്നു എന്നാണ് എൻ്റെ അറിവ്. അപ്പോൾ നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, പൈസ കുറവായതുകൊണ്ട് ഒരു ഷെയർ വളരെ പെട്ടെന്ന് വാങ്ങിയിട്ട് വളരെ പെട്ടെന്ന് വിൽക്കാമെന്നുള്ളൊരു മിഥ്യാധാരണ വേണ്ട. ഏത് കമ്പനി ആയാലും അത് ഫോളോ ചെയ്യേണ്ട കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അത് കൃത്യമായിട്ട് ഫോളോ ചെയ്തില്ലെങ്കിൽ ഈ കമ്പനികളെ എന്ത് ചെയ്യും, ട്രേഡിങ്ങിൽ നിന്ന് വിലക്കുകയും അതുവഴി നമ്മുടെ പൈസ ബ്ലോക്ക് ആവുകയും ചെയ്യും. അത് ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. ഈ പെന്നി സ്റ്റോക്കുകൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് കേട്ടോ. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ സ്റ്റോക്കുകൾ ചില സമയത്ത് വാങ്ങാനോ വിൽക്കാനോ പറ്റില്ല എന്ന് പറഞ്ഞില്ലേ. ചില സമയത്ത് ഇവന്മാർ ഈ ഓപ്പറേറ്റർമാർ കളിക്കുന്നത് കൊണ്ട് എന്താണെന്ന് വെച്ചാൽ വളരെ വലിയ പ്രൈസാക്കി മാറ്റും. അതിനെ അപ്പർ സർക്യൂട്ട് അടിക്കുക എന്നൊക്കെ പറയും. അതായത് എല്ലാ ദിവസവും ഇതിന് കയറാൻ പറ്റുന്ന മാക്സിമം ഒരു വാല്യൂവിനെയാണ് അപ്പർ സർക്യൂട്ട് എന്ന് പറയുന്നത്. അതായത് മിക്കവാറും ചിലപ്പോൾ മാക്സിമം ഒരു 20% വരെയൊക്കെ കയറാം. അതായത് 1 രൂപ ഉള്ളത് 1.20 ആക്കി വരെയാണ് ഒരു ദിവസം കയറാൻ പറ്റുക എന്നുള്ളതുണ്ടെങ്കിൽ അതിൻ്റെ അപ്പർ സർക്യൂട്ട് വാല്യൂ 20% ആണെന്ന് വേണമെങ്കിൽ പറയാം, അല്ലേ? അതുപോലെ തന്നെ ലോവർ സർക്യൂട്ട് 1 രൂപയുള്ളത് 80 പൈസ വരെ താഴാം. അതിൽ കൂടുതൽ താഴാനായിട്ട് സമ്മതിക്കില്ല. അതിനെയാണ് ലോവർ സർക്യൂട്ട് എന്ന് പറയാം. അപ്പോൾ അങ്ങനെ അപ്പർ സർക്യൂട്ടിലും ലോവർ സർക്യൂട്ടിലും ഇതിങ്ങനെ തട്ടി നിൽക്കുന്നതായിട്ട് കാണാം. അപ്പോൾ ഇടയ്ക്ക് വെച്ച് ആർക്കെങ്കിലും കുറച്ച് ഷെയർ വാങ്ങാൻ പറ്റിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ 1 രൂപയ്ക്ക് ഇന്ന് വാങ്ങി, 1 രൂപയായിരുന്നു ഇന്നത്തെ ഓപ്പണിംഗ് പ്രൈസ്. 1.20 കയറുന്നത് കണ്ടപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഇതിലേക്ക് അങ്ങ് തലവെക്കാനായിട്ട് ഒരു 1.15 ഓർഡർ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ദൗർഭാഗ്യമായിട്ടുള്ള നമുക്കൊരു ദിവസമാണെന്നുണ്ടെങ്കിൽ അത് എക്സിക്യൂട്ട് ആവും. അപ്പോൾ 1.15 ഷെയറുകൾ നമ്മുടെ തലയിലേക്ക് വരും. അത് കഴിഞ്ഞിട്ട് ചിലപ്പം കണ്ടിന്യൂസ് ആയിട്ട് എടുത്ത ഒരു 3-4 ദിവസം ഇത് ലോവർ സർക്യൂട്ടിലായിരിക്കും. അതായത് 1.15 എന്നുള്ളത് 95 ആവും, പിറ്റേ ദിവസം ചിലപ്പോൾ 90 ആവും, 85 ആവും. അതങ്ങനെ താഴേക്ക് പോകുന്നത് കാണാറുണ്ട്. അതിനെയാണ് ഈ അപ്പർ സർക്യൂട്ടിലും ലോവർ സർക്യൂട്ടിലും ഹിറ്റ് ചെയ്യിക്കുക എന്ന് പറയുന്നത്. അതും ഓപ്പറേറ്റർമാരുടെ ഒരു കളിയായിട്ട് ആണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഈ ചെറിയ ഒരു കമ്പനിയാണ് എന്നുണ്ടെങ്കിൽ ഒരു 5 കോടിയോ 10 കോടിയോ ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ അപ്പർ സർക്യൂട്ട് അടിപ്പിക്കാനോ ലോവർ സർക്യൂട്ട് അടിപ്പിക്കാനൊന്നും വലിയ ബുദ്ധിമുട്ടില്ല. പക്ഷേ വലിയ സ്റ്റോക്കുകളെ അങ്ങനെ ചെയ്യിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്, അല്ലേ? അപ്പോൾ നമ്മളുടെ പൈസ ബ്ലോക്ക് ആവാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല സ്റ്റോക്കുകൾ തന്നെ ഇൻവെസ്റ്റ് ചെയ്യണം. ഇനി ഏത് പെന്നി സ്റ്റോക്കിനെ പറ്റിയിട്ടാണ് അന്ന് അഹമ്മദാബാദുകാർ എന്നെ വിളിച്ച് പറഞ്ഞതെന്നും കൂടെ ഞാൻ പറഞ്ഞിട്ട് പോവാം. ഇതൊരിക്കലും ഒരു സ്റ്റോക്ക് റെക്കമെൻഡേഷൻ അല്ല, പക്ഷേ തമ്മിൽ ഭേദമായിട്ടുള്ളൊരു പെന്നി സ്റ്റോക്കായിട്ട് എനിക്ക് തോന്നി. ഈ കമ്പനിയുടെ പേര് സൂറത്ത് ടെക്സ്റ്റൈൽസ് എന്നാണ്. ഇതിൻ്റെ അട്രാക്റ്റ് ചെയ്തിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതൊരു 1 രൂപ പോലും കടമില്ലാത്തൊരു കമ്പനിയാണ്. 75% സ്റ്റോക്കുകളും ഹോൾഡ് ചെയ്യുന്നത് ഇതിൻ്റെ പ്രൊമോട്ടർമാരാണ്. അപ്പോൾ ഈ പേര് പറഞ്ഞപ്പോൾ എനിക്ക് വലിയൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാനിത് ഒന്നെടുത്ത് നോക്കിയപ്പോൾ വലിയ തെറ്റില്ലാത്ത പോലെ തോന്നി. പക്ഷേ ഞാൻ വാങ്ങാനൊന്നും പോകുന്നില്ല. എന്നെ പറഞ്ഞു തന്ന കാര്യം ഈ വീഡിയോയ്ക്ക് ആധാരമായിട്ടുണ്ടായ കാര്യമായതുകൊണ്ട് ഈ വീഡിയോയിൽ പറയുന്നതെന്നുള്ളൂ. ഇതൊരിക്കലും ഒരു സ്റ്റോക്ക് റെക്കമെൻഡേഷനായിട്ട് എടുക്കരുത്. നമ്മളൊരിക്കലും നമ്മൾക്കറിയാത്തൊരു ബിസിനസ്സിൽ നമ്മൾക്ക് അറിയാത്തൊരു സ്റ്റോക്കിനെ പറ്റിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറയില്ല. അപ്പം ഞാൻ ഈ സൂറത്ത് ടെക്സ്റ്റൈൽസിനെ പറ്റിയിട്ട് മനസ്സിലാക്കിയപ്പോൾ ഇത് വലിയ തെറ്റില്ലാത്തൊരു കമ്പനിയാണ്. 2.50 ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ വില എന്ന് കണ്ടു. ഇത് മുകളിലേക്ക് ഒരു 8 വരെയൊക്കെ ഈ അടുത്ത് പോയതായിട്ടൊക്കെ കാണുന്നുണ്ട്. അതിനുശേഷം ഇത് താഴേക്ക് വന്നു വീണ്ടും. അപ്പോൾ ഇങ്ങനെ മുകളിലേക്കും താഴേക്കൊക്കെ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, അതാണ് ഈ സൂറത്ത് ടെക്സ്റ്റൈൽസിൻ്റെ കാര്യം. അപ്പോൾ ആ സ്റ്റോക്കിനെ പറ്റി പറഞ്ഞു. ഇനി പൈസ തരികയാണെങ്കിൽ 2 സ്റ്റോക്കും കൂടെ പറഞ്ഞു തരാമെന്ന് ആൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാൻ പൈസ കൊടുക്കണോ? നിങ്ങളൊന്ന് പറയൂ, കമൻറ്റ് ചെയ്യൂ. ഓക്കെ, ഇതാണ് ഈ പെന്നി സ്റ്റോക്കുകളുടെ കാര്യം. ഇനി ഇൻ കേസ് നിങ്ങളൊരു പെന്നി സ്റ്റോക്കിൽ കയറുകയാണെന്നുണ്ടെങ്കിൽ ഞാനത് പറഞ്ഞു തരണോ? അതായത് നിങ്ങൾ പെന്നി സ്റ്റോക്കിൽ കയറണോ എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കും. പക്ഷേ പെന്നി സ്റ്റോക്കിൽ കയറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാനുള്ള ഒരു 5-6 ടിപ്പുകളും കൂടെ പറഞ്ഞു തന്നിട്ട് വീഡിയോ അവസാനിപ്പിക്കാം. നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ മൊത്തം ക്യാപിറ്റലിൻ്റെ 5% കൂടുതൽ പെന്നി സ്റ്റോക്കിൽ നിക്ഷേപിക്കരുത്. അതാണ് ഒന്നാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒറ്റ കമ്പനിയിലായിട്ട് നിക്ഷേപിക്കാതിരിക്കാൻ നോക്കുക. 1, 2, 3 കമ്പനിയിൽ നിക്ഷേപിക്കുക. ഈ പെന്നി സ്റ്റോക്ക് വളരെ ലോങ് ടൈമിലേക്ക് വെച്ചിട്ട് 2 എന്നുള്ളത് 100 ആക്കാമെന്നുള്ളതൊക്കെ ഞാൻ വീഡിയോ ടൈറ്റിലിൽ എഴുതിയിട്ടുണ്ടെങ്കിലും അത് വളരെ റെയറായിട്ട് നടക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ലാഭം എടുക്കുന്നത് നന്നായിരിക്കും. അതായത്
പ്രൈസ് ഏതെങ്കിലും കാരണവശാൽ ഇരട്ടിയാവുകയാണെന്നുണ്ടെങ്കിൽ ലാഭം എടുത്ത് പകുതി സ്റ്റോക്ക് വിൽക്കുക, പകുതി ഹോൾഡ് ചെയ്യുക. നമ്മളൊരു 1000 സ്റ്റോക്ക് 2 രൂപയ്ക്ക് വാങ്ങിയിട്ടുണ്ട്, 4 രൂപയാവുമ്പോൾ നമ്മളുടെ 20,000 രൂപ ആ 4 രൂപ 500 സ്റ്റോക്ക് വിറ്റിട്ട് അങ്ങ് എടുക്കുക, ബാക്കിയുള്ളത് അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിക്കുക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ കേട്ടോ, ഞാൻ ഈ പറയുന്ന എന്നെ അടക്കം നിങ്ങൾ ആരും വിശ്വസിക്കരുത്. നിങ്ങളുടെ പണമാണ് എന്നുള്ളത് വിശ്വസിച്ച് മാത്രം ഇൻവെസ്റ്റ് ചെയ്യാം. ആവറേജ് ഒരിക്കലും പോകരുത് കേട്ടോ. നമ്മൾ 1 ലക്ഷം രൂപയാണ് നമ്മൾ പെന്നി സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ 1 ലക്ഷം രൂപ 50,000 ആയി എന്ന് കാണുമ്പോൾ വീണ്ടും 1 ലക്ഷം കൊണ്ടിട്ട് കഴിഞ്ഞാൽ 2 ലക്ഷം കൂടെ ഒരുമിച്ച് പോകും. മനസ്സിലായില്ലേ? അതുകൊണ്ട് അതിനു വേണ്ടി മുതിരരുത്, ആവറേജ് ചെയ്യാൻ മുതിരരുത്, അത്യാഗ്രഹം പാടില്ല എന്നുള്ളതൊക്കെ സ്വാഭാവികമായിട്ടുള്ള ഒരു സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ പറഞ്ഞിരുന്ന ഉപദേശങ്ങളാണെന്നുണ്ടെങ്കിൽ പെന്നി സ്റ്റോക്കുകൾക്ക് വളരെ റെലവൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇതിനെ കൂടുതൽ എന്തെങ്കിലും അറിയാണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളുടെ വാട്സപ്പ് നമ്പറായിട്ടുള്ള 8848030018 എന്ന നമ്പറിലേക്ക് ആസ്ക് RupeeMonk സർവീസിൻ്റെ വാട്സപ്പ് സർവീസിലേക്ക് കോൺടാക്ട് ചെയ്യാം. ഇതുമായിട്ട് ബന്ധപ്പെട്ട 2 വീഡിയോകൾ ഞാൻ സ്റ്റോക്ക് മാർക്കറ്റിൽ വരുത്തിയിട്ടുള്ള ഒരു തെറ്റിനെ പറ്റിയിട്ടുള്ള വീഡിയോയും എനിക്ക് വളരെയധികം ലാഭം തന്ന സ്റ്റോക്കുകളെ പറ്റിയിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് ഇവിടെ കാണാം. അതുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം, കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ തുടർന്ന് നിങ്ങൾക്ക് വീഡിയോകൾ കാണാം.